പഴം വെച്ചിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ടേസ്റ്റിൽ ഡെസേർട്ടായിട്ടും സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ ഇന്നത്തെ. നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേവിച്ചെടുക്കുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വെന്ത് വന്നാൽ 1/4 കപ്പ് റവ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് മദേഴ്സിൻ്റെ റോസ്റ്റഡ് റവയാണ് കേട്ടോ. മദേഴ്സിൻ്റെ തന്നെ വേറെയും ഒരുപാട് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്, നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ റവ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ചെറിയ ബോൾസ് ആണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവും. ഇനി ബോൾസ് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ വേറൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കാഷ്യൂ നട്ട് ഒന്ന് വറുത്ത് കോരി വെക്കാം.